പറയണം പെങ്ങള്, ഒരുപാട് നോമ്പുകൾ പിടിക്കണം പെങ്ങള്. അല്ലാഹുവേ, റമളാനിന് മുന്നോടിയായി ഒരുങ്ങണ്, മനസ്സും ശരീരവും ഒരുങ്ങണ്, റമളാനെ സ്വീകരിക്കാൻ ഒരുങ്ങണ്. എന്തിനാണ് 2 മാസം മുമ്പേ റമളാൻ വരുന്നു എന്ന് വിളിച്ചു പറയുന്നത്? എന്തിനാണെന്നറിയോ? ഒരുങ്ങാനാ. വീടും പരിസരവും പണ്ടൊക്കെ ഒരുക്കുമായിരുന്നു. റജബ് വരുമ്പോഴേ വീടും പരിസരവും ഒരുക്കുകയാണ്, വീട് വൃത്തിയാക്കുകയാണ്, റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ശഅബാൻ മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തീർന്നു പോകും പെങ്ങള്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, എല്ലാരും തയ്യാറായിക്കോ, മനസ്സ് നേരെയാക്കോ, ശരീരം ശുദ്ധമാക്കോ. അല്ലാഹുവേ, നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റൂ. പടച്ചവനെ, നിസ്കാരങ്ങളിലേക്ക് കടന്നു വരട്ടെ. അല്ലാ, റമളാൻ വന്നാ ജീവിതം മാറണമല്ലോ. തറാവീഹ് നിസ്കരിക്കണമല്ലോ, തഹജ്ജുദ് നിസ്കരിക്കണമല്ലോ, പകല് മുഴുവനും നോമ്പ് പിടിക്കണമല്ലോ, ഒരുപാട് ദിക്റുകൾ പറയണമല്ലോ, പട്ടിണി ഇരിക്കണമല്ലോ. എല്ലാം ശീലമാക്കൂ. അതിനു വേണ്ടി മനസ്സിനെ ഒരുക്കൂ, നിന്റെ എല്ലാ ശരീരത്തെ തയ്യാറാക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിച്ചോ. അല്ലാഹുവേ, ഖുർആനിന്റെ അഹിരകാരിൽ പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. നബിതങ്ങൾ എൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഒരു മാസം ശഅബാന, റബീഉൽ അവ്വൽ അല്ല. എൻ്റെ മാസമെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ശഅബാൻ. അപ്പം അത്രത്തോളം ഈ മാസത്തെ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അൽഹംദുലില്ലാഹ്, നമുക്കും ഈ മാസത്തെ ആദരിക്കാൻ കഴിയണം, ബഹുമാനിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവനെ, 30ാമത്തെ ജുസുവിലെ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണല്ലോ. അമ്മ ജുസുവിലെ എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണ്. എത്രയോ ആയത്തുകൾ പഠിച്ചില്ല, യാസീൻ പഠിച്ചില്ല, വാഖിയ പഠിച്ചില്ല, ഒരുപാട് ആയത്തുകൾ പഠിച്ചില്ല. ഓർമ്മയുണ്ടോ ഉമ്മമാരെ? ഈ പഠിച്ച സൂറത്തുകളും ഈ പഠിച്ച ആയത്തുകളും നിനക്കൊക്കെ ഓർമ്മയുണ്ടോ? സഹോദരാ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയുന്നത് സാധാരണ ഒരു പാപമല്ല, അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ കലാമാ ഉമ്മ, അതിനെ ബഹുമാനിക്കണമല്ലോ, അതിനെ ആദരിക്കണമല്ലോ, നിസ്സാരമായി കാണേണ്ട ഒന്നല്ലല്ലോ. പടച്ചവനെ, ഖുർആനിനോടുള്ള ബഹുമാനം വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല. പടച്ചവനെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരിച്ച വീട്ടിൽ പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറുകയാണ്. കളിയാണ്, തമാശയാണ്. നമുക്കതിന്റെ വില അറിയുന്നില്ലടോ. ആ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന് നമുക്കറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ഗ്രന്ഥങ്ങൾ പോലെയല്ല ഖുർആൻ. അത് പടച്ചവന്റെ കലാമാണ്, അത് പടച്ച റബ്ബിന്റെ കലാമാണ്. നിനക്ക് ഖുർആനിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയുന്നത് സാധാരണ ഒരു പാപമല്ല. അതൊരു ജുസുവാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ മുഴുവനുമാകട്ടെ, അതൊരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ, പടച്ചവനെ ഓതിയെടുക്കാൻ സമയമില്ലാത്ത കാലമാ.
നമുക്കൊന്നും ഖുർആൻ ഓതാ സമയമില്ല. ആ പഠിച്ചതുപോലും പടച്ചവനെ ഒന്ന് ഓതിയെടുക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകാനുള്ള ഒരു തെറ്റെന്തെന്നറിയുമോ? അത് ഖുർആൻ പഠിച്ചിട്ടും മറക്കലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഖുർആൻ പഠിച്ചിട്ട് മറന്നാൽ അവൻ നരകത്തിലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുത്തല്ലിങ്ങളൊന്നും പേടിക്കണ്ട. നാളെ തന്നെ ഉസ്താദെ പഠിച്ചിട്ട് മറന്നാൽ നരകത്തിലാന്ന് പറഞ്ഞ് ഖുർആൻ നിർത്തണ്ട, പഠിച്ചോ, അത് വേറെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയുക സമയമുണ്ടോ ഓതിയെടുക്കാൻ? നിങ്ങളൊക്കെ സ്കൂളിൽ മദ്രസകളിൽ പഠിച്ചവരാണല്ലോ. എത്രയോ ജുസുകൾ, എത്രയോ സൂറത്തുകൾ നമ്മൾ പഠിച്ചവരാ. നമുക്ക് ഓർമ്മയില്ല, നമ്മളത് ഓതിയെടുക്കാനില്ല. നമുക്കതിനൊന്നും സമയമില്ല. ഓർമ്മക്കുറവൊന്നുമില്ല, ആർക്കും ഓർമ്മക്കുറവൊന്നുമില്ല. ഇപ്പോഴും മാനസമൈനയൊക്കെ പാടി നടക്കുന്ന കാക്കാമാരില്ലേ, പഴയ പാട്ടുകളൊക്കെ. എത്രയോ പേര് മൂളിപ്പാട്ടും പാടി നടക്കുന്നവരില്ലേ. ഇവിടെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയുന്നത് സാധാരണ ഒരു തെറ്റല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പടച്ചവനെ, അപ്പൊ എനിക്ക് ഉമ്മ വിചാരിക്കും, ആയിഷാത്ത വിചാരിക്കുന്നത് പടച്ചവനെ അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ഖുർആനൊന്നും അറിയില്ല, ഓതാനും അറിയില്ല, പഠിച്ചിട്ടും ഇല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയുന്ന വിഷയം ഖുർആനാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഖുർആൻ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തോ ഒരായത്തോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ കേട്ടിട്ടില്ലേ? ഖുർആൻ കേൾക്കാത്തവരാരുമില്ലടോ. അള്ളാന്റെ ഖുർആൻ കേൾക്കാത്തവരാരുമില്ല, ഖുർആൻ കാണാത്തവരാരുമില്ല. എല്ലാവരും ഖുർആൻ കേൾക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരാൾ കേട്ടിട്ട് അവൻ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അതിനെ നിസാരമായി തള്ളിയ, ഖുർആനിനെ അവഗണിച്ച, ഖുർആനിനെ നിസാരമാക്കിയ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല ഖുർആൻ. പഠിച്ചവനെ ആ ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറക്കാനുള്ളതാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് ഖുർആനാണ്. ആ ഖുർആൻ കേട്ടാൽ നന്നാകണമടോ. ആ ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കി തന്നതൊരു വഴികാട്ടിയായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കിയ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? കള്ള് കുടിക്കുന്നവന് കിട്ടുന്ന ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന് കിട്ടുന്ന ശിക്ഷയല്ല, നിസ്കരിക്കാത്തവന് കിട്ടുന്ന ശിക്ഷയല്ല. പെങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ ആ ഖുർആനിനെ നിസാരമായി തള്ളുന്നവന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒന്നാമത്തെ ശിക്ഷ എന്താ? അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? പടച്ചവനെ, നമ്മളിൽ പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് പ്രായമായി, വാപ്പയുടെ മുടിയൊക്കെ നരച്ചു, 50ഉം 60ഉം വയസ്സായി. ഏത് മനുഷ്യനും പ്രായമാകുന്ന സമയത്ത് നന്നാകുമല്ലോ. എന്റെ വാപ്പ നന്നാകുന്നില്ല, എന്റെ വാപ്പ നന്നാകുന്നില്ല, ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ല. ഉസ്താദേ എന്റെ ഉമ്മ പടച്ചവനെ
രോഗങ്ങളുണ്ട്, മുടി നരച്ചുപോയി, ഉമ്മ നന്നാകുന്നില്ല, ഉമ്മയുടെ ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ല. പടച്ചവനെ, പ്രായമായിട്ട് പോലും നന്നാകാത്ത മാതാപിതാക്കൾ കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. അതുപോലെ വഴുത് കേൾക്കുന്ന ഉപ്പമാരെ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പയ്ക്ക് വല്ലാത്ത സങ്കടമാണ്. കാരണം പടച്ചവനെ, എന്റെ പൊന്നുമകന് 15 വയസ്സേ ഉള്ളൂ, 18 വയസ്സേ ഉള്ളൂ, 20 വയസ്സേ ഉള്ളൂ, അവൻ മോശമായ ജീവിതം നയിക്കുകയാണ്. എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. ഉസ്താദേ, എന്റെ പൊന്നുമോള് എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, അവള് തലമറയ്ക്കുന്നില്ല, അവൾ ഔറത്ത് മറയ്ക്കുന്നില്ല, അവള് ബഹുമാനിക്കുന്നില്ല, അവള് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. അവള് പടച്ചവനെ ഉമ്മയോട് കയർത്തു സംസാരിക്കുന്നവളാണ്. പടച്ചവനെ, എന്തു പറ്റി എന്റെ പൊന്നുമോൾക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാത്തതിന്റെ കാരണം അറിയുമോ? ഇന്നത്തെ യുവതലമുറയെ നോക്കടോ, ഇന്നത്തെ യുവതലമുറയെ നോക്ക്. അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാണ്, ജീവിതം സുഖിക്കാനുള്ളതാണെന്നാണ്. ആര് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. പടച്ചവനെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയട്ടെ. 19 വയസ്സുള്ള ഒരു പെണ്ണ് ഇൻസ്റ്റാഗ്രാമിലൂടെ, അല്ലെങ്കിൽ പടച്ചവനെ ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ വേറെ ഒരു വഴിയിലൂടെ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമായി, വല്ലാത്ത സ്നേഹമായി. പടച്ചവനെ, അവസാനം ആ പെണ്ണവന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്, അവന്റെ കൂടെ ഒളിച്ചോടുകയാ. റബ്ബേ, പിടിച്ചുകൊണ്ട് വരികയാണ്. ആ മുസ്ലിം പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്ന് വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് ഉപദേശിക്കുകയാണ്. പടച്ചവനെ, ദേഷ്യം കൊണ്ട് തല്ലുകയാ, പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് തല്ലുകയാ. അല്ലാ, അവിടുന്ന് തല്ലുന്നത് കാണുമ്പോൾ, സ്വന്തം മകളെ തല്ലുന്നത് കാണുമ്പോ ഉമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. അതാ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച മാതാവ് ഓടിച്ചെന്ന് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മകളെ തൊട്ടുപോകരുത്, എന്റെ മകളെ തൊട്ടുപോകരുത്. ആ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 19കാരിയോട് പറയുകയാ, പൊന്നുമോളെ, അവൻ മുസ്ലിം പോലുമല്ല, അവന് കള്ള് കുടിക്കുന്നവനാ, കഞ്ചാവടിക്കുന്നവനാ, അവൻ വൃത്തികെട്ടവനാ. എന്റെ പൊന്നുമോൾ അവനെ മറക്കണ്, ഉമ്മ പറയുന്നതനുസരിക്കണ്. ഒരു മാതാവ് തന്റെ പൊന്നാരുടെ മകളുടെ മുമ്പിൽ കിടന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറയുകയാ, പരാജയപ്പെട്ടു പോവുകയാണ്. മാതാവ് പരാജയപ്പെട്ടു പോവുകയാ. വാപ്പ പടച്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ നടക്കുന്ന വാപ്പ 18കാരിയുടെ മുമ്പിൽ വന്നിട്ട് കരയുകയാണ്. നാണം കെടുത്തല്ലേ മോളെ, കുടുംബസമേതം ഇനി ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയില്ല. നിന്റെ കൂടപ്പിറപ്പുകൾ പോലും നല്ല ഒരു ജീവിതം കിട്ടൂല, അവനെ മറക്കണേ എന്ന് പിതാവ് തന്റെ പൊന്നുമകളുടെ കാല് പിടിച്ചിട്ട് പറയുകയാ. ആ 18കാരി ചലിക്കുന്നില്ലടോ, അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലടോ. പടച്ചവനെ, കുടുംബക്കാര് വന്നോ, കൂടപ്പിറപ്പ് വന്നോ, മഹല്ലുകാര് വന്നോ, കാരണവന്മാര് വന്നോ, കമ്മറ്റിക്കാര് വന്നോ, എന്തിനാ പള്ളിയിലെ ഇമാമ് വന്നോ, മരണവും നരകവും പരലോകവും സിറാത്തും മീസാനുമല്ല ആ പൊന്നുമകളോട് പറഞ്ഞു കൊടുത്തു. ഒരു മാറ്റവുമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. അവസാനം കോടതി ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ? എനിക്ക് മാതാപിതാക്കളെ വേണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വേണ്ട, എനിക്ക് അവനെ മതിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടാറുണ്ടല്ലോ. എന്തു പറ്റി പടച്ചവന്? എന്റെ പൊന്നുമോൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്റെ പൊന്നുമോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്തേ ഇവരിങ്ങനെയായി പോയത്? അതിന്റെ കാരണമാണ് പെങ്ങളെ ഖുർആൻ പറയുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിഗണിക്കാതെ വന്നാൽ, ആ ഖുർആനിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുക്കാതെ വന്നാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ.
അല്ലാഹു പറയുകയാണ് വഇൻ തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അവര് ഒരു കാലത്തും നന്നാകൂല, അവരൊരു കാലത്തും നന്നാകൂല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. നിങ്ങൾ ആര് നോക്കിയാലും അവര് നന്നാകില്ല. നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും അവരെ നന്നാക്കാൻ പറ്റൂല. പടച്ചവനെ വയല് കേൾക്കാഞ്ഞിട്ടാണോ, ഉപദേശം കേൾക്കാഞ്ഞിട്ടാണോ? ഉമ്മ കരഞ്ഞല്ലോ, വാപ്പ യാചിച്ചല്ലോ, കൂടപ്പിറപ്പുകൾ കരഞ്ഞു നോക്കി, കുടുംബക്കാര് പറഞ്ഞു നോക്കി, മരണമതാം നരകവും പരലോകവും ഇമാമ് പറഞ്ഞു കൊടുത്തു. മോളെ വ്യഭിചാരമാണ്, ഈമാനില്ലാതെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കൊടുത്തു. ആ പെണ്ണനങ്ങുന്നില്ല, അവ ആ പെണ്ണിനൊരു മാറ്റവുമില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് കേട്ടിട്ട് ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, വാപ്പായ്ക്ക് 50 60 സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? ഇപ്പോഴും വാപ്പാന്റെ ദുസ്വഭാവങ്ങൾക്ക് മാറ്റമില്ല. മക്കള് ദുആ ചെയ്യുന്ന വാപ്പ നന്നാകാൻ. ഉസ്താദെ, എൻ്റെ ഉമ്മ, നിന്റെ അമ്മായിയമ്മ എന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രായമായി, പടച്ചവനെ 40 50 വയസ്സായിട്ട് പോലും ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോൾ നന്നാകും. ഇതെന്താ ഇങ്ങനൊരു പടപ്പ്? നീ തന്നെ ചിന്തിക്കണില്ലേ? എന്താ അല്ല ഈ തള്ള ഇങ്ങനെ ആയിപ്പോയെ? എത്ര പറഞ്ഞിട്ട് നന്നാകുന്നില്ലല്ലോ. എടാ പോയി, ഇന്നത്തെ കുട്ടികൾ വാപ്പാനെ തല്ലാൻ കൈപൊക്കുന്ന മക്കൾ, ഉമ്മയെ ചീത്ത വിളിക്കുന്ന മക്കൾ, എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നന്നാകണില്ല. കരഞ്ഞു നോക്കി, ചാവൂന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, ഇല്ല. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, എന്തു പറ്റി അല്ലാഹ് എൻ്റെ മക്കൾക്ക്? എന്താ ഇവര് നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം ഖുർആനിനെ കളിയാക്കിയതാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല. നീ എത്ര നിലവിളിച്ച് കരഞ്ഞാലും, ഏത് ഉസ്താദ് വയലു പറഞ്ഞാലും ഇവര് കേൾക്കൂല. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് അള്ളാഹു അവരുടെ ചെവി അടച്ചു വെച്ച് കളഞ്ഞു. എത്ര നീ നിലവിളിച്ചാലും അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അവരുടെ ചെവി അള്ളാഹു അടച്ചു വെച്ചിരിക്കുന്നു. അവരുടെ ചെവി അള്ളാഹു അടച്ചു വെച്ചിരിക്കുകയാ. അള്ളാഹു അവരുടെ ഹൃദയം സീല് വെച്ചിരിക്കുകയാ. അല്ല സീല് വെച്ചു. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഹൃദയത്തിൽ സീല് വെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനെ കേറും അതിനകത്ത്? എങ്ങനെ കേറും? അള്ളാഹു അടച്ചു വെച്ചിരിക്കുന്നത് റബ്ബ് തുറക്കാതെ എങ്ങനെ കേറും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് ആയത്താണെങ്കിലും സൂറത്താണെങ്കിലും അതിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കണം. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ചാൽ 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് സംസാരിച്ച, അതാ പറഞ്ഞ ഒളുവില്ലാതെ തൊടാൻ പാടില്ല ഖുർആൻ. അത്രത്തോളം ബഹുമാനം കൊടുക്കണം. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പോലും പാടില്ല. 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അള്ളാഹു ഇതിനെ എഴുതി തെള്ളിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ചിലതിനെ നമുക്ക് കാണാൻ കഴിയും. ഓനിങ്ങനെ പരിഹാസവും. നമ്മൾ ചിന്തിക്കും, പടച്ചവൻ ഇവന് മരിക്കണമെന്ന് എന്തൊന്നും ഇല്ല. അല്ല, ഇവൻ മരിക്കുമെന്ന് ഇപ്പോൾ ഉദാഹരണം ചോദിച്ചേ. റമളാൻ മാസം വരുന്നു. അള്ളാഹു റമളാനിൽ പടച്ചവനെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹു ഭാഗ്യം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവർ, റമളാനിന്റെ 1ാമത്തെ ദിവസം തന്നെ ലോകത്തുള്ള സർവ്വ ശൈത്താന്മാരെയും അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും. ലോകത്തുള്ള സർവ്വ ഇബ്ലീസുകളെയും അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും. റമളാനിന്റെ 1ാമത്തെ ദിവസം നബിതങ്ങൾ പഠിപ്പിച്ച ഹദീസ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് കെട്ടിയിടുവോ? നിങ്ങൾ എന്തോ കണ്ണൂരിടത്തില്ലേ? നിങ്ങളുടെ നാട്ടിയിടൂല്ലേ? സർവ്വ ഇബ്ലീസിനെയും പിടിച്ച് കെട്ടിയിടുവോ? കെട്ടിയിടും. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, നോമ്പും പിടിക്കാതെ ചില മുസ്ലിമീങ്ങൾ നടക്കുന്ന കണ്ടിട്ടില്ലേ?
ആ റമദാൻ മാസത്തിൽ പോലും നിസ്കരിക്കാതെ നടക്കുന്നവർ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവർ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുകയാ വൈന തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഖുർആൻ കേട്ടിട്ട് മാറ്റം വരുന്നില്ലടോ. അല്ലാഹു പറയുകയാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. വഅദ് കേൾക്കാമെന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാര്, മോനെ ഒരുപാട് ഖുർആൻ കേട്ടവനാണല്ലോ, ഒരുപാട് പാരായണം ചെയ്യുന്നവരാണല്ലോ. ഉസ്താദേ, റജബ് മാസത്തിൽ ഞാൻ ഒരുപാട് ഖുർആൻ ഓതി, ശഅബാൻ മാസത്തിൽ ഖുർആൻ ഓതുകയാണ്, ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുന്ന ഉമ്മയാണ്. ഉസ്താദേ, ഞാൻ മാസത്തിൽ 2 ഖത്തം തീർക്കുന്ന വാപ്പയാണ്. എന്തേ വാപ്പ, എല്ലാവരും ഖുർആൻ ഓതുന്നവരാണല്ലോ, എന്തേ മാറ്റം വരാത്തത്? എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, കാട്ടാളനായ ഉമർ, ഖത്താബിന്റെ മകൻ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവേ, ഉമർ തങ്ങളുടെ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരിക്കൽ ഒരാൾ ഉമറിന്റെ അയൽവാസിയോട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. പടച്ചവനെ, അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? നിന്റെ അയൽക്കാരനായ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് ഒരാള് വന്ന് പറഞ്ഞപ്പോ അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഉമറിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. കൊച്ചു കുട്ടികൾ കരയുമ്പോ ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ പടച്ചവനെ പേടിച്ച് കരച്ചൽ നിർത്തുമായിരുന്നു. ഉറങ്ങാത്ത മക്കൾ ഉറങ്ങുമായിരുന്നു, ഭക്ഷണം കഴിക്കാത്ത മക്കൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ കാട്ടാളനായ ഉമർ നന്നായത് വഴുത് കേട്ടിട്ടല്ല വാപ്പാ. ഉമർ തങ്ങള് മുസ്ലിമായത്, ഉമർ തങ്ങള് മുസ്ലിമായത് ഒരു ഉസ്താദിന്റെയും വഴുത് കേട്ടിട്ടല്ല. അല്ലാഹുവേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 4ഓ 5ഓ ആയത്ത് കേട്ടപ്പോഴാ, ത്വാഹ, സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് ഇനി ഉമർ തിരിച്ചു വരൂ എന്ന് കഅബാലയത്തിന്റെ ഒന്ന് പാടിത്തരുവോ ഫാത്തിമ? ഫാത്തിമ പറഞ്ഞു, ഉമറേ, കവിതയല്ല പാടിയത്, അല്ലാഹുവിന്റെ കലാമാ, വിശുദ്ധമായ ഖുർആനാ. ഉമർ ചോദിക്കുന്നു, എനിക്കൊന്ന് ഓതി തരുവോ? എന്റെ കയ്യിലേക്കൊന്ന് തരുവോ? പോയി ശുദ്ധിയായിട്ട് വാ ഉമർ. ഖത്താബിന്റെ മകൻ ഉമർ പോയി ശുദ്ധിയായിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ ഓതുന്ന സൂറത്തു ത്വാഹ അവിടെന്ന് ഓതിക്കൊടുക്കുമ്പോ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയം പിടച്ചടോ. ആ കാട്ടാളന്റെ ഹൃദയം വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ കലാം കേട്ടപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടപ്പോ ഖത്താബിന്റെ മകൻ ഉമറിന്റെ മനസ്സ് മാറുകയാണ്. അല്ലാഹുവേ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ആ ഉമർ കടന്നു ചെല്ലുകയാണ്. നബി തങ്ങളോട് ചെന്നു, പടച്ചവന്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മാറി നിൽക്കാൻ. ഉമർ വരുന്നെന്നറിഞ്ഞപ്പോ സ്വഹാബത്തിന് പേടിയായടോ, സ്വഹാബത്തിന് പേടിയായി. വരുന്നത് ഉമറാണ്. എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഉമർ തങ്ങൾ കയറി വരുന്നത്. മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടയുക
തടയുകയാണ്, ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. എന്താ ഉമർ തങ്ങളോട് പറഞ്ഞതെന്തറിയോ? ഉമറേ, അള്ളാന്റെ റസൂലിനെ കാണാമെന്നതാണോ, മുസ്ലിം ആകാമെന്നതാണോ? നിനക്ക് ഇതിനകത്ത് കയറി 8 ജീവനോടെ തിരിച്ചു പോകാം. അള്ളാന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? നീ ജീവനോടെ പോകില്ലടാ, നിന്നെ ജീവനോടെ ഞാൻ ഇറക്കി വിടൂല. ഖത്താബ് ഭയന്നു പോയടോ, ഉമർ ഭയന്നു പോയടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഉമർ തങ്ങൾ മുത്തുനബിയുടെ മുമ്പിൽ വന്നു. നബി തങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാന്റെ റസൂൽ മറുപടി പറഞ്ഞു കൊടുത്തപ്പോ ഉമർ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഉമർ തങ്ങൾ മുസ്ലിമാവുകയാ. പടച്ചവനെ, നന്നായത് വഴുത് കേട്ടിട്ടല്ല, ഖുർആൻ കേട്ടില്. അള്ളാന്റെ ഖുർആനിലെ 3-4 ആയത്ത് കേട്ടപ്പോ ഈ വഴുത് കേൾക്കാമെന്ന വാപ്പാ ഓർമ്മ വെച്ച കാലം മുതൽ ഖുർആൻ കേൾക്കുന്നില്ലേ, ഖുർആൻ ഓതുന്നില്ലേ, ഖുർആൻ കാണുന്നില്ലേ? ഈ വഴുത് കേൾക്കാമെന്ന ഉമ്മമാര് ഖുർആൻ കേട്ടവരല്ലേ, പാരായണം ചെയ്യുന്നവരല്ലേ, പ്രഭാഷണങ്ങൾ ഫോണിന്റെ അകത്ത് ചുമക്കുന്നവരല്ലേ? എന്തേ നന്നാകാത്തത്? എന്തേ മനസ്സു മാറാത്തത്? എന്തേ മാറ്റം വരാത്തത്? ഏ ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നന്നാകില്ലെന്ന് പറഞ്ഞു നടക്കുന്നവര് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാ നിങ്ങൾക്ക് പരിഹാസമാ, പറയുന്നവനെ കളിയാക്കുകയാണ്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിസ്കരിക്കടാ മക്കള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ മക്കള്, നല്ലതുപോലെ ഔറത്ത് മറച്ച് നടക്കടാ ചെറുപ്പക്കാരാ, വൃത്തിയായിട്ട് നടക്കടാ ചെറുപ്പക്കാരാ, കീറിയ പാൻറ്റൊന്നൊഴിവാക്കടാ, നല്ലതുപോലെയൊന്ന് മുടിവെട്ടടാ. പെങ്ങളെ, തലമറയ്ക്കു പെങ്ങള്, പൊന്നുമോളെ, ഔറത്താണ്, നിന്റെ ഒരു രോമം പോലും ഔറത്താണ്. അത് മറച്ചുകൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ പറയുമ്പോ പഴഞ്ചനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്, ഉസ്താദന്മാരെ ട്രോളുകയാണ്, ഉസ്താദന്മാരെ കളിയാക്കുകയാണ്. നടന്നോ പെങ്ങള്, എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്നാ അല്ലാഹ് പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതിയിട്ട് ഞങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ഇതൊക്കെ ചുമ്മാതെയാടാ. ഉസ്താദന്മാര് പറയുന്നത് വെറുതെയാ. എവിടെയാ നരകമിരിക്കുന്നത്? എവിടെയാ സ്വർഗമിരിക്കുന്നത്? ഇന്നത്തെ കുട്ടികൾ ചോദിക്കുകയാണ്, ഉസ്താദേ, നിങ്ങൾ പറയുന്ന സ്വർഗം എവിടെയാണ്? ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിന്റെ അടിയിലാണോ? പരിഹസിക്കുകയാണ്. നരകം എവിടെയാ ഉസ്താദ്? എല്ലാവരെയും അല്ലാഹുവേ നരകത്തിൽ വലിച്ചെറിയുന്ന നരകം എവിടെയാണ്? വിശ്വാസമില്ലടോ ഇന്നത്തെ തലമുറയ്ക്ക്. എത്ര പറഞ്ഞാലും അവരനുസരിക്കുന്നില്ല. അവര് ജീവിതം ആസ്വദിക്കാനാണെന്നാ പറയുന്നത്. സ്വർഗത്തിൽ വിശ്വാസമില്ല, നരകത്തിൽ വിശ്വാസമില്ല. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയുന്ന യുവത്വമേ, വിശ്വസിക്കണ്ടടാ ചെറുപ്പക്കാരാ. ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? പെങ്ങന്മാരെ, ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോളെ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, കാണും മോള്. എപ്പോഴാണ് കാണുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ, അല്ലാഹുവേ, പള്ളി
പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഞാനും നിങ്ങളും മുടുതുണി പോലുമില്ലാതെ അല്ലാഹുവേ ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ ഖബറിനകത്ത് നിന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ ഒന്ന് തല പോലും ഉയർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകാലുകൾ വിറയ്ക്കുന്ന രീതിയിൽ നഗ്നരായ വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ. അല്ലാഹുവേ 10 മണിയായിട്ടും എന്റെ ശരീരം വിയർക്കുന്നടോ, വല്ലാത്ത ചൂടാടോ. സൂര്യനസ്തമിച്ചു പെങ്ങള് ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ ചൂടാണെന്ന് പറയുന്ന ഉമ്മ, ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ? ഇതൊക്കെ ഒരു വിയർപ്പാണോ പെങ്ങള്? അല്ലാഹുവേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരിക്കുന്ന സൂര്യന് അസ്തമിച്ചിട്ടും മണിക്കൂറുകളായിട്ടും നിനക്ക് ചൂടെടുക്കുകയാ, നിനക്ക് വിയർക്കുകയാ, നിനക്ക് മുഷിയുകയാ. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയില് ഒരു ചാണ് മുകളിൽ അല്ലാഹു സൂര്യനെ താഴ്ത്തുകയാ. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിൽ അല്ലാഹുവേ ആ സൂര്യനെ അല്ലാഹു താഴ്ത്തുമ്പോ ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോഷ വണ്ടിയോ മായി വരും കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. ഉമ്മ അടുക്കളയിൽ ചോറ് വെക്കാറുണ്ടല്ലോ, കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ നിറഞ്ഞ് കവിയാറുണ്ടല്ലോ. കാണുന്നവളാണല്ലോ നാളെ അല്ലാഹുവിന്റെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുമുമ്മ. ആ മസറയുണ്ടല്ലോ അല്ലാഹുവിന്റെ കോടതിയിൽ പേടിച്ചു വിറച്ചു നിൽക്കുകയാ, നിലവിളിക്കുകയാ. യാ വൈലതാ യാ ഹസറതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമ്പോ കാണുമടാ പെങ്ങള്, കാണും പെങ്ങള്, കാണും പൊന്നുമോള്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവേ മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കിന്റെ ചാരത്തു ചെല്ലുകയാ. അവിടെന്ന് പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവാ മാലിക്ക്, നരകത്തെ പ്രദർശിപ്പിക്കു മാലിക്ക്, മസറയിലേക്ക് കൊണ്ടുവാ മാലിക്ക്. മാലിക്കെന്ന് പറയുന്ന മലക്ക് കരയുകയാ. എങ്ങനെയാ ജിബ്രീല് ഈ നരകത്തെ എങ്ങനെ കൊണ്ടുവരാനാ? അതാ പറയുന്നു, പടച്ച റബ്ബിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. അല്ലാഹുവിന്റെ കൽപ്പനയെന്ന് പറയുമ്പോ അതാ മാലിക്കെന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്, ചങ്ങല എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. 70,000 ചങ്ങല, 70,000 ചങ്ങല. ആ ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടുകയാ. ചങ്ങലയുടെ വലിപ്പം പറയുന്നില്ല,
നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയുടെ വലിപ്പം പറയുന്നില്ല. ആ ചങ്ങലയിൽ കൊളുത്തിയിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്തു വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്. ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകള്. കൂട്ടുപെങ്ങള്, കൂട്ടു ചെറുപ്പക്കാരാ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ പിടിച്ചിട്ട് 70,000 ചങ്ങലകൾ കൊണ്ട് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ രംഗം നീ കാണുമ്പോ, ആ രംഗം നീ കാണുമ്പോ റബ്ബനാ അബ്സ്വറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് നീ തന്നെ പറയും, പെണ്ണ് എവിടെയാടാ സിറാജേ നരകമിരിക്കുന്നത്? നിങ്ങളൊക്കെ പറയുന്ന നരകം എവിടെയാ? അത് കടലിനടിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, ആകാശത്തിന്റെ മുകളിലാണോ? പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ, ആ നരകത്തെ കാണുമ്പോ നീ പറയുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാ, അബ്സ്വറിനാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട് റബ്ബേ, നരകം കണ്ടു റബ്ബേ, വലുപ്പം കണ്ടു റബ്ബേ, തീ കണ്ടു റബ്ബേ, വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു പടച്ചവന്. ഫർജിഅനാ, ഫർജിഅനാ, ഒരു ചാൻസ് കൂടെ തായെന്ന് തെണ്ടുമെന്ന് ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. അല്ലാഹു പറയുന്നത് പോലെ വേണം ജീവിക്കേണ്ടത്, ദീന പറയുന്നത് പോലെ വേണം ജീവിക്കേണ്ടത്, ദീന മുറുകെ പിടിച്ചു വേണം ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നവനാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനിന്റെ അഹ്ലുകാരാവ്, ഖുർആനിനെ ആദരിക്കൂ, ഖുർആനിനെ ബഹുമാനിക്കൂ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവർ, അവരിൽ നിന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല, അവർ നിസ്സാരമായി കാണുന്നു. അവർക്ക് അതുകൊണ്ട് ആ കളിയാക്കല്, എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നരകത്തിൽ പോകാൻ ആള് വേണ്ടേ? ഇന്നത്തെ കുട്ടികൾ കളിയാക്കുകയാണ്, എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നരകത്തിലും പോകാനും ആള് വേണ്ടേ? ഞങ്ങളൊക്കെ അവിടെ പൊക്കൊള്ളാം. ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസും എടുത്ത് നടക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, റീൽസിന്റെ കാലമാണല്ലോ. എവിടെ നോക്കിയാലും റീൽസാണ്, എവിടെ നോക്കിയാലും റീൽസാണ്. ഉമ്മയുടെ റീൽസ് മകൾ എടുക്കുന്നു, മകളുടെ റീൽസ് ഉമ്മ എടുക്കുന്നു, പരസ്പരം ഷെയർ ചെയ്യുകയാണ്. വല്ലാത്ത കാലഘട്ടമാണ്. പ്രായം ചെന്ന ഉമ്മമാര് പോലും ട്രോളാറുണ്ടോ? ഉമ്മമാര് പോലും പടച്ചവന് 50, 40, 50, 60 വയസ്സ് കഴിഞ്ഞ ഉമ്മമാര് പോലും പടച്ചവനെ നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല, നിങ്ങൾ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ, സന്തോഷിച്ചോ, അടിച്ചു പൊളിച്ചോ, അത് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ രീതിയിൽ പോരെ പെങ്ങള്. അള്ളാഹുവേ, ഉമ്മമാര് വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര് വരെ റീൽസ് എടുക്കുന്ന കാലമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നെ ഒരുപാട് കുറ്റം പറയുന്ന ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ വായിലിട്ടിട്ട് സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയുന്നേ. നിങ്ങൾക്ക് എന്താ? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.
നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? അവർ പറയുന്നത്, സിറാജ്, നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എൻ്റെത് കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാരും ഇങ്ങനെ നടക്കാ. സിറാജ്, നിങ്ങളൊക്കെ എത്ര വാഴ്ന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൊണ്ട പൊട്ടി വിളിച്ചു കൂവിയിട്ട് നിന്റെ തൊണ്ടയിൽ വെള്ളം പോണല്ലാതെ ഞങ്ങൾ നന്നാവൂല, ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നടക്കുകയാണ്. കൂടെ ആളുണ്ട്, എങ്ങനെ വേണമെങ്കിലും നടന്നോ. സഹോദരിമാരോട് പറയുകയാ, സഹോദരന്മാരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എത്ര റീൽസ് വേണമെങ്കിലും എടുത്തോ പെങ്ങളെ. പക്ഷേ ഒരേ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ എഴുതി വെക്കണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ഒരേ ഒരായത്ത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കണ്. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് നിങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓർത്തു വെക്കണം പെങ്ങള്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, തോന്നിവാസികളെ പോലെ ജീവിക്കുന്നവരോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ നിങ്ങളൊക്കെ എവിടെ പോകാനാ? എവിടെ പോയാലും ഒരു ദിവസം നിങ്ങൾ വീഴുമടോ. ഉമ്മമാരെ, സഹോദരിമാരെ, നീയൊക്കെ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് അറ്റത്ത് പോയാലും അല്ല പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ മുമ്പിലേക്ക് നിന്നെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഓർത്തു വെച്ചോടാ ചെറുപ്പക്കാരാ. അത് പ്രായമുള്ള വാപ്പയാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, ഉമ്മയാകട്ടെ, മകളാകട്ടെ, വഅദ് പറയുന്ന സിറാജാകട്ടെ, അല്ലാഹു എല്ലാവരോടും പറയുകയാണ്, നീ എവിടെ പോയാലും ഒരു ദിവസം നിന്നെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും, സൂക്ഷിച്ചോ നീ. അന്ന് അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. കഠിനമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് നിസ്കരിക്കണേ മക്കള്. 5 വഖത്ത് നിസ്കരിക്കണേ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. പെങ്ങന്മാരെ, ഔറത്ത് മറയ്ക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. നിങ്ങൾ ഇങ്ങനെ മോശമായ ജീവിതം നയിക്കരുത് എന്ന ഖുർആനിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ, കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവൻ അല്ല കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ. അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാ. നാളെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. നാളെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى.
അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? കള്ള് കുടിക്കുന്നവന്റെയല്ല, വ്യഭിചരിക്കുന്നവന്റെയല്ല, വൃത്തികെട്ടവന്റെയല്ല, ശിർക്ക് ചെയ്യുന്നവന്റെ ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാത്തവന്, ആ ഖുർആനിനെ അവഗണിക്കുന്നവന്, ആ ഖുർആനിനെ നിസ്സാരമാക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. ഒന്ന്, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കാലത്തും ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, നീ നടന്നോ, നീ നല്ലതുപോലെ നടന്നോ, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു പറയുന്നു, നിനക്ക് വേണ്ടത് മൊത്തം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു നമുക്ക് തരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, മൂന്നാമത്തത് വ്യക്തമായി കേൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നു, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദെ വളരെ പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നു. ഇത് കൊടുക്കുന്നുണ്ടല്ലോ. സാമ്പത്തികമായി തകർന്നു, നല്ല കച്ചവടമായിരുന്നു ഉസ്താദെ, കച്ചവടമൊക്കെ പോയി. ഭർത്താക്കന്മാരൊക്കെ നല്ല കാശായിരുന്നു, മന്തിയും നെഹദിയും മഹദിയും ഒക്കെ തിന്നോണ്ട് നടന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുബൂസും വെള്ളമായോ? പടച്ചവനെ, എങ്ങനെയായിരുന്നു? സ്വർണ്ണം വിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നല്ലേ നീയൊക്കെ, ഇപ്പൊ എന്തു പറ്റി? എല്ലാവരും പറയുന്നു, ഉസ്താദ് ആരോ കൂടോത്രം ചെയ്തെന്നാ, മുട്ട കുഴിച്ചിട്ടോ ഒന്നുമല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം പോയി, കച്ചവടവും പോയി, കാശും പോയി, ഇപ്പൊ കൊത്തുവാളെ എടുത്തു. എന്തേ കാരണം? ചില ഉസ്താദിനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല താത്ത, അല്ലാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദെ വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ പോയത് കൊണ്ടാണോ, അടുക്കള ഇവിടെ ആയതുകൊണ്ടാണോ? ഇതാ നിന്റെ സംശയം. നീ കൊത്തുവാള എടുക്കാനുള്ള കാരണം, നിന്റെ ജീവിതം ഇങ്ങനെ സങ്കടത്തിലാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ നല്ല കച്ചവടം ഉണ്ടായിരുന്നു നിനക്ക്, ഇപ്പം കച്ചവടം ഉണ്ടോ? ഇല്ല. നല്ല ബിസിനസ് ആയിരുന്നു, സാമ്പത്തികമായി തകർന്നു. നീ തന്നെ പറയുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ തന്നെ പറയാ, സമ്പത്തുണ്ട്, കേറിക്കിടക്കാൻ വീടുണ്ട്, കാറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പറയുന്നു മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. ഇരിക്കണ താത്താമാർ ഇപ്പൊ തന്നെ കോടീശ്വരിമാരാ. എത്ര ലക്ഷത്തിന്റെ സ്വർണം ഇപ്പൊ തന്നെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെങ്ങളെ ധരിക്കാനുണ്ട്, എല്ലാം നിനക്കുണ്ട്. നീ ചിന്തിച്ചു നോക്കിയേ, നിനക്ക് തോന്നാറില്ലേ ജീവിതം അവസാനിപ്പിക്കാൻ? എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? അല്ലാഹു പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു തകർത്തതാടോ, അല്ലാഹു തകർത്തതാടോ. നിന്റെ കച്ചവടം അല്ലാഹു തകർത്തതാണ്, നിന്റെ ലാഭം അല്ലാഹു നഷ്ടപ്പെടുത്തിയതാണ്. കാരണം നീ ഖുർആനിനെ പരിഗണിച്ചില്ല. അല്ലാഹു തകർത്തടോ, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി. പടച്ചവനെ, എത്രയോ സമ്പത്തുണ്ടായിരുന്ന നീ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന നീ, ഇന്ന് നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. എവിടെ എത്തിയടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നീയൊക്കെ മറന്നപ്പോ, അതൊക്കെ അലമാരിയുടെ മുകളിൽ പൊടിയടിക്കുന്നത് അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഖുർആനിനെ നീയൊക്കെ മാറ്റിവെച്ചപ്പോ അല്ലാഹു സാമ്പത്തികമായി തകർത്തില്ലേ? അല്ലാഹു കച്ചവടം മുഴുവനും തകർത്തില്ലേ? മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകുകയല്ലേ? അല്ലാഹു തന്ന ശിക്ഷയാ സഹോദരാ, അല്ലാഹു തന്ന ശിക്ഷയാണ്. ഉരുക്കുമടാ നിന്നെ. അല്ലാഹു സന്തോഷമുള്ള ജീവിതം തരൂല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ.
നിന്നെ സാമ്പത്തികമായി തകർക്കുകയാണ്, നിന്റെ കച്ചവടം തകർക്കുകയാണ്, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ, ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ. ഇനി പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ശിക്ഷ എന്താ? നിന്നെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നല്ല രീതിയിൽ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, 6 അടി മണ്ണിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുകയാ. നിന്നെ നല്ലതുപോലെ കുളിപ്പിച്ചു കൊണ്ടുപോയി കബറടക്കി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീ എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. കണ്ണ് കാണുന്നില്ല, നാളെ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, അന്ധനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് എനിക്ക് കണ്ണ് കാണുമായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്? കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. അല്ലാഹുവേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, നീ അഭിനയിച്ചവനല്ലോ പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഈ പഠിക്കുന്ന 10-30ഓളം വരുന്ന ആൺകുട്ടികൾ, 35 ആൺകുട്ടികൾ, 10-20ഓളം പെൺകുട്ടികൾ വാടക റൂമിനകത്ത് കിടക്കുന്നു, പള്ളിയുടെ മുകളിൽ കിടക്കുന്നു. പെങ്ങളെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ധരിച്ചു കൊണ്ടിരിക്കുന്ന നിന്നോട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ആ മക്കൾക്കൊരു തലചായ്ക്കാൻ ഒരു ചാക്ക് സിമന്റിന്റെ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോ കാണാത്തവളെ പോലെ അഭിനയിച്ചവളല്ലേ, കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവളല്ലേ. എന്റെ സഹോദരാ, കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് റബ്ബ് കാണിച്ചു തന്നടോ. ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിങ്ങളോട് പറഞ്ഞു, പള്ളിക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ, രോഗികൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ. പൊട്ടം കളിച്ചില്ലേ, അഭിനയിച്ചില്ലേ, കാണാത്തതുപോലെ നടന്നില്ലേ. അല്ലാഹു അതുപോലെ തന്നെ ആക്കിക്കളയും പെങ്ങള്. ചെവി കേൾക്കാത്തവനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട അവസ്ഥയിൽ അല്ലാഹു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, കളിക്കല്ലേ ഖുർആനിനോട്, നിസ്സാരമായി കാണല്ലേ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ ജീവിതം തന്നെ മാറിയില്ലേ, ജീവിതം തന്നെ മാറിയില്ലേ. കോടിക്കണക്കിന് രൂപ കൊടുത്തു കൊട്ടാരം പണിതു, AC റൂമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കണ്ണിന് കുളിർമയാകാൻ 5-6 മക്കളുണ്ട്, ജോലി ചെയ്യാൻ വേലക്കാരുണ്ട്. അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് സമാധാനം മാത്രം റബ്ബ് തന്നില്ലെന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വഅദ കേൾക്കാമെന്ന ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ ജീവിതം ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ, ഉസ്താദേ തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, അല്ലാഹു എല്ലാം തന്നിട്ടുണ്ട്. വാഹനമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം അല്ലാഹു തന്നു. പക്ഷേ സമാധാനമില്ല ഉസ്താദ്. മക്കളെ ഓർത്തിട്ടാണ്,
മക്കളെ ഓർത്തിട്ടാ ഞാൻ ജീവിക്കുന്നത്. ആത്മഹത്യ ചെയ്യാത്തത് നരകത്തിലായി പോകുമെന്നുള്ള പേടി കൊണ്ടാ ഉസ്താദ് എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ. എന്തേ അതിന്റെ കാരണമെന്ത്? എന്താണ് നിനക്ക് പറ്റിയത്? ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടോ? എന്തേ അതിന്റെ കാരണമെന്താ? രോഗമറിഞ്ഞ് ചികിത്സിക്കടോ. തലവേദന ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് വേദനയുടെ ഗുളിക കഴിച്ചാ അല്പസമയത്തേക്കേ ശമനമുള്ളൂ, വീണ്ടും അത് വരികയാണ്. എന്നാൽ അടിസ്ഥാനപരമായി എന്താണ് വേദനയുടെ കാരണമെന്ന് രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറും സഹോദരാ. അതുകൊണ്ട് നിന്റെ വിഷയം എന്താണെന്ന് നീ പരിശോധിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഉസ്താദെ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ബിസിനസ്സാ, 2 നില വീട്, കാറ്, ഭാര്യ, മക്കള്, അല്ല എനിക്കെല്ലാം തന്നു ഉസ്താദെ, സമാധാനം മാത്രം കിട്ടുന്നില്ല. നോക്കിയേ, സ്വർണം എത്ര പവനുണ്ട് ഇല്ലേ? അള്ളാഹു നിനക്കെല്ലാം തന്നു, സമാധാനം കിട്ടുന്നില്ല. എന്തേ അതിന്റെ കാരണം? എടാ, ഇന്ന് വീടിന്റെ അകത്ത് കയറിയ ഭാര്യയും ഭർത്താവും തമ്മിൽ കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുക, സമാധാനമില്ല വീട്ടില്. തിന്നിട്ട് വയറ് നിറയുന്നില്ല. കൂടപ്പറപ്പുകൾ, ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ യുദ്ധം ചെയ്യുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥയാ. എടോ, വീടെന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് സബ് ജൂനിയർ വിഭാഗം എല്ലാം നല്ല വഴുതു പറയുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? ആമീൻ പറഞ്ഞോ? എപ്പോഴാ കോടാലി എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. അത് ആമീൻ പറയാൻ പറഞ്ഞേ. ഇന്നത്തെ മക്കൾക്കൊക്കെ ഉമ്മമാരോട് വല്ലാത്ത സ്നേഹം. ഇപ്പം ഉമ്മാനെയാണ് കൂടുതലും കൊല്ലുന്നത്. സൂക്ഷിച്ചു എല്ലാണോ? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. എടോ, ഇന്ന് മനുഷ്യനില്ലാത്ത ഒരു അമൂല്യമായ നിധി സമാധാനമില്ല. നമുക്ക് തന്നെ തോന്നുന്നു ജീവിതം അവസാനിപ്പിക്കാൻ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എടോ, ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? സമാധാനം കിട്ടാനുള്ള 4 വഴികൾ ഖുർആൻ പറയുന്നു. ഒരാൾക്ക് സമാധാനം കിട്ടാനുള്ള 4 വഴികളിൽ ഒന്ന്, സമാധാനം വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളെന്താ ചിരിക്കണേ? നിങ്ങൾ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. സിറാജ, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉണ്ടോ? എങ്ങനെ നടന്നതാ സിറാജ? ഞാൻ പടച്ചവനെ, പറന്ന് നടന്ന ഞാൻ എന്ന് കല്യാണം കഴിച്ചു അന്നത്തോടുകൂടി എൻ്റെ സമാധാനം പോയെന്ന് ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവിടെ ഖുർആൻ പറഞ്ഞ് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. ആ സമാധാനം ഇല്ലെങ്കിൽ നിന്റെ പോരായ്മയാണ്. ഖുർആൻ പറയുന്ന ഒരിക്കലും തെറ്റൂല. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. 2, ഒരു മനുഷ്യൻ്റെ വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയിൽ പോയാലും അമേരിക്കയ്ക്ക് പോയാലും എവിടെ പോയാലും നീ പറയുന്നത് എന്തേ? വീടെത്തിയാൽ മതിയായിരുന്നു പടച്ചവനെ. തിരിച്ച് വീടെത്തിയാൽ മതി. കാരണം എന്തേ? വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും. എന്നാൽ ഇന്ന് നിൻ്റെ വീട്ടിൽ സമാധാനമുണ്ടോ? ഇല്ല. ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ആകെ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനമില്ല. ആ സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ആരും സിഹർ ചെയ്തൊന്നുമല്ല. സിഹർ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്കൊരു 101 രൂപയുടെ പണിയേ ഉള്ളൂ. ഒരു വെറ്റിലയും ഒരു മുട്ടയും മതി. നീ ചെയ്തിട്ടങ്ങ് പോകും. അനുഭവിക്കുന്നവനെ അവൻ എൻ്റെ പ്രയാസം അറിയൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞു തരാം. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നിന്റെ വീടിൻ്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ടതാ. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ചാൽ മതി, പ്രശ്നം മാറും. നിന്റെ വീടിൻ്റെ അകത്ത് വീഴുന്ന കണ്ണുനീര് തുടയ്ക്കാൻ നീ തയ്യാറായാൽ ഇന്നത്തെ രാത്രി മുതൽ നിന്റെ വീട്ടിലെ ജീവിതം മാറും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരാ കരയുന്നതാരാ? നബി തങ്ങൾ പറഞ്ഞല്ലോ 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ്.
5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് തേങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പള്ളിയാ. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാ പള്ളി കരയുമടോ, പള്ളി കരയുമടോ. പള്ളി കരഞ്ഞാൻ നാട്ടുകാരറിയുമടോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ പള്ളി തേങ്ങുകയാണ്. പള്ളി തേങ്ങിയാൽ നാട്ടുകാരറിയുകയാണ്. പെങ്ങളെ, രണ്ടാമത് കരയുന്നത് ഖുർആനാ. നിന്റെയൊക്കെ വീടിന്റെ അകത്ത് ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ ഖുർആൻ നീ ഒന്ന് തൊടാതെ വരുമ്പോ, ആ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ സമാധാനം കിട്ടുക? ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാണ് നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാവുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. വീട്ടുകാര് തൊടുന്നില്ലടോ, വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലടോ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഒന്ന് തുടയ്ക്കുന്നില്ലടോ. വയത് കേൾക്കാമെന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, കൊട്ടാരം പോലെ പടുതിരിക്കുന്ന വീടിന്റെ അകത്ത് സമാധാനമില്ല. എന്നാ നീ ജനിച്ച കുടിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. നമ്മളൊക്കെ ജനിച്ച ഒരു വീടുണ്ടല്ലോ, നമ്മുടെ തറവാടുണ്ടല്ലോ. ആ തറവാട് കോടികൾ കൊടുത്ത് ചെലവഴിച്ച് വെച്ച വീടല്ല. പടച്ചവനെ, ആ പഴയ ഓല ഷെഡ്, ആ ഓടിട്ട വീട്, ആ ചെറിയ വീട്, ആ വീടിന്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ല, മന്തിയില്ല, ബിരിയാണിയില്ല, ചിക്കനില്ല, കഞ്ഞിയും പയറും ചോറും ചമ്മന്തിയുമാണെങ്കിലും കഴിച്ച വയറ് നിറയുമായിരുന്നു. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹമായിരുന്നു. വല്ലാത്ത സന്തോഷമായിരുന്നു. ഇന്നും ആ വീടിന്റെ അകത്ത് പോയി കിടന്നാൽ ഒരു സമാധാനമാ, സന്തോഷമാ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? നീ കോടികൾ ചെലവഴിച്ചു പണിത കൊട്ടാരത്തിൽ കിട്ടാത്ത സന്തോഷം ആ കുടിലിനകത്ത് എങ്ങനെ വന്നെന്നറിയോ? അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ താമസിക്കുന്നവരോട് ചോദിക്കടോ. കുടുംബ വീടിനൊരു ബർക്കത്താ, കുടുംബ വീടിനൊരു ബർക്കത്താ. ആ ബർക്കത്തിന്റെ കാരണമെന്തെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിന്റെ വീടും ആ കുടുംബ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ പഴയ വീട്ടില് നമ്മുടെ ഉമ്മ, അല്ലാ, മരണപ്പെട്ട ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാര് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരികയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? എന്തൊരു മനോഹരമായ രീതിയിൽ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിലിരുന്നിട്ട് ദിക്റ് പറയുകയാണ്. അപ്പോഴാണ് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത്. ഉമ്മ എഴുന്നേൽക്കുകയാണ്, മഗ്രിബിന്റെ ഫർദ് നിസ്കരിക്കുകയാണ്, അവിടെ നിന്ന് സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. എല്ലാ നമസ്കാരവും കഴിയുമ്പോ ഉമ്മ എഴുന്നേറ്റ് ഓടാറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ആ ഖുർആൻ എടുത്തിട്ട് ഉമ്മയാ ഇരിപ്പിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു യാസീൻ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് നമ്മുടെ ഉമ്മമാര് 5 സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. ഏതാണെന്നറിയോ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ.
മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഉമ്മയത് ഓതുമായിരുന്നു. ആ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം അറിയുവോ പെങ്ങളെ? കൂലിപ്പണി ചെയ്ത് ജീവിച്ച നിന്റെ വാപ്പാ, പാവപ്പെട്ടവനായ നിന്റെ വാപ്പാ എങ്ങനെയാ പടച്ചവനെ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്? നിനക്കെല്ലാം തന്നുകൊണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അള്ളാഹു തന്ന പെൺമക്കളെ മുഴുവനും നല്ല നിലയിൽ വാപ്പ വിവാഹം കഴിച്ചു കൊടുത്തത് പിരിവെടുത്തിട്ടല്ല, പലിശക്കെടുത്തിട്ടല്ല, ലോൺ എടുത്തിട്ടല്ല, പണയം വെച്ചിട്ടല്ല. നിന്റെ വാപ്പ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ അള്ളാഹുവേ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ, നിന്നെയൊക്കെ നല്ലതുപോലെ വളർത്തിയല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ നമ്മുടെ വാപ്പ നമ്മൾ അലിച്ചയ്ക്ക് ഈ പെങ്ങന്മാരെയൊക്കെ എങ്ങനെയാ കെട്ടിച്ച്? പിരിവെടുത്തിട്ടാ, പണയം ലോൺ എടുത്തിട്ടാ, പലിശക്ക് എടുത്തിട്ടല്ല. വീട്ടിൽ മരമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ വാപ്പ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അൽഹംദുലില്ലാഹ്, സന്തോഷം, സമാധാനം, ദാരിദ്ര്യമില്ലായിരുന്നു വീട്ടിൽ. അതിന്റെ കാരണം സൂറത്തുൽ വാഖിയ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ ആകെ 2.25 പേജ് കണ്ടേ ഉള്ളൂ. കൂടിപ്പോയാൽ 3 പേജ് ഇല്ല, 2.25 ഉള്ളൂ. ആ സൂറത്തുൽ വാഖിയ ഏതെങ്കിലും വീടിന്റെ അകത്ത് പാരായണം ചെയ്ത അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ വാപ്പയും വീട്ടിൽ നിർബന്ധമാക്കണം, ഒന്ന് ആരെങ്കിലും ഓതിയിരിക്കണം വാഖിയ. ഒന്ന് ഈ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ നീ വീട്ടിൽ നിർബന്ധമാക്കണം. കാരണം ആ സൂറത്ത് ഓതുന്ന വീട്ടിൽ അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഉമ്മ ഓതുമായിരുന്നു, നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു 2 സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഇതിന്റെ മഹത്വം? ഈ സൂറത്തിന്റെ മഹത്വം എന്താ? അതിപ്പോ അറിയത്തില്ല, പള്ളിക്കാട്ടിൽ പോകുമ്പോൾ അറിയാം. ഒരിക്കൽ ഒരു സഹാബി യാത്ര മധ്യയിൽ കിടന്നുറങ്ങുകയാ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഖുർആൻ ഓതുന്നു. മരുഭൂമിയിൽ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് പുറത്തു നോക്കി, ആരാ അല്ലാ ഈ രാത്രി ഖുർആൻ ഓതുന്ന മരുഭൂമിയിൽ? ആരെയും കാണുന്നില്ല. സഹാബി കയറി മിണ്ടാതെ കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഖുർആൻ കേൾക്കുന്നു. ചാടി പുറത്തിറങ്ങി, ആരാ അല്ലാ ഈ രാത്രിയിൽ ഖുർആൻ ഓതുന്ന? ആരെയും കാണുന്നില്ല. 3ാമതും ആ സഹാബി ഖുർആൻ കേട്ടപ്പോൾ മനസ്സിലായി, കിടക്കുന്നത് ഖബറിന്റെ മുകളിലാ, ഖബറിനകത്തിരുന്നിട്ടാ ഖുർആൻ ഓതുന്നേ. പേടിച്ചു. പിറ്റേ ദിവസം രാവിലെ മുത്തുനബിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, അതിലിപ്പോൾ എന്താ അത്ഭുതമാ? അതിലിപ്പോൾ എന്താ അത്ഭുതം? സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് ഓതുന്നവന്റെ പള്ളിപ്പറമ്പിൽ വരും ആ സൂറത്ത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ. ഉസ്താദെ, തങ്ങന്മാർ വരണം വീട്ടിൽ ദുആ ചെയ്യാൻ, ഉസ്താദന്മാർ വരണം ദുആ ചെയ്യാൻ ക്ഷണിക്കുമല്ലോ. മക്കളെ, സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് ഓതുന്ന വീട്ടിൽ മലക്കുകൾ ഇറങ്ങി വരും ദുആ ചെയ്യാൻ. ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. സഹാബി രാത്രി ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ വീടിൻ്റെ പുറത്ത് കെട്ടിയിരിക്കുന്ന കുതിരകളൊക്കെ കിടന്ന് ചാടുകയാണ്. അദ്ദേഹം ഖുർആൻ ഓതുന്നത് നിർത്തി പുറത്തിറങ്ങുമ്പോൾ കുതിര മിണ്ടാതെ നിൽക്കും. അകത്ത് കയറി ഖുർആൻ ഓതുമ്പോൾ വീണ്ടും ചാടും. അവസാനം ഈ ചങ്ങാതി ഖുർആൻ മടക്കി വെച്ചു. രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഇത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, നീ ഓതിയ സൂറത്ത് ഏതാ? സൂറത്തു റഹ്മാനാണ് നബിയെ പാരായണം ചെയ്തത്. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ മൃഗങ്ങൾ ചാടിയതാണെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താൽ മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ. സൂറത്തു സജദ ഉംറയുടെ കൂലിയ. സൂറത്തു സജദ പാരായണം ചെയ്യുന്നതിന് ഉംറയുടെ കൂലിയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു യാസീൻ ഒരാൾ ഓതിയിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. ഈ 5 സൂറത്തുകൾ പാരായണം ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആ പഴയ വീടിൻ്റെ അകത്ത് ഖുർആൻ ഓതലും ദുആയും ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാം അവിടെ കൊടുത്തു. ഇന്നോ മഗ്‌രിബ് ആവുമ്പത്തേക്ക് കുളിച്ചൊരുങ്ങി പടച്ചവനെ തിന്നാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് നിൻ്റെ പെണ്ണുമ്പുള്ള TV ഓണാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഏഷ്യനെറ്റ് മഴവിൽ മനോരമ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരിക്കുക. അതുകൊണ്ടാണ് സർവ്വതും പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നിന്റെ വീട്ടിലെ പ്രശ്നം. നിനക്ക് മഗ്‌രിബും ഇല്ല, ഇശായും ഇല്ല, ഖുർആനും ഇല്ല. നീ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി TV ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട, ഇപ്പം എല്ലാം മൊബൈലിൻ്റെ കാലമാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ, അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ കരയുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീരെന്നാണോ നീ ഒപ്പുന്നത്? ആ ഖുർആനൊന്ന് തുടച്ചാൽ, ആ ഖുർആനൊന്ന് തുറന്നാൽ എന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പടച്ചവനെ പുറത്തുനിന്ന് ഉളുവെടുത്തു വീടിന്റെ അകത്ത് കയറിയിട്ട് അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ, അല്ലാഹുവേ ആ ഖുർആനും എടുക്കുകയാണ്, അതൊന്ന് തുടയ്ക്കുകയാണ്, അതൊന്ന് തുറക്കുകയാ, മുഖത്തേക്ക് ചേർത്ത് വെച്ചൊന്ന് ചുംബിച്ച എന്തൊരു സന്തോഷമെന്നറിയോ, എന്തൊരു സമാധാനമെന്നറിയോ, എന്തൊരാനന്ദമാണെന്നറിയോ. ഖുർആൻ ഓതടോ, ഓതി നോക്കുമ്പോ വല്ലാത്ത ഒരനുഭൂതിയാ ചെറുപ്പക്കാരാ. മക്കളെ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിനു പകരം ഒന്ന് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് കേൾക്കടാ മോരെ. എന്തൊരു രസമാണെന്നറിയോ. അല്ലാഹുവേ, ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സമാധാനമാടോ, എന്തൊരാനന്ദമാടോ. അതൊരു ലഹരിയാടോ, അതൊരു ലഹരിയാടോ. ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ഒരാനന്ദമാ സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ പരിശുദ്ധമായ ഖുർആൻ എവിടുന്ന് പാരായണം ചെയ്യ്, ആ ഖുർആൻ എവിടുന്ന് പാരായണം ചെയ്യ്. ആ ഖുർആൻ പാരായണം ചെയ്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനൊന്ന് കൈകൊണ്ട് തൊടണേ ഉമ്മാ. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനൊന്ന് കൈകൊണ്ടെടുക്ക്. ഏതെങ്കിലും ഒരു സൂറത്തോത്, ഏതെങ്കിലും ഒരു ആയത്തോത്. 114 സൂറത്തുകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സൂറത്തോത് ഉമ്മാ. വാപ്പമാരെ, ചെറുപ്പക്കാര്, മോനെ സമയമില്ലെങ്കിൽ ഒരായത്തോതടാ, ഒരായത്തോതടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ ഖുർആൻ എടുത്ത് വന്നൊന്ന് പാരായണം ചെയ്യ്. അല്ലാഹുവേ, അതിനുള്ള മനസ്സ് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഒരു സൂറത്ത് ഓതാൻ പറ്റുമെങ്കിൽ ഒരു സൂറത്ത്, ഒരു കുൽഹു അല്ല, ഇന്നാഴത്തേനേക്കാളും വലിയ സൂറത്തില്ലല്ലോ. ആ സൂറത്തെങ്കിലും നീ ഒന്ന് ഓത്. ഇല്ലേ, ഒരായത്തെങ്കിലും നീ ഒന്ന് പാരായണം ചെയ്യ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഉസ്താദെ, ഓർമ്മയുള്ള കാലത്തോളം ഞാൻ എല്ലാ ദിവസവും ഖുർആൻ ഒന്നെടുക്കും, ഒരായത്തോ ഒരു സൂറത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഖുർആൻ എടുക്കുമെന്ന് മാത്രം. ഖുർആൻ എടുത്തിട്ട് ഒരു സൂറത്തോ ഒരായത്തോ, അത് നിന്റെ ഇഷ്ടം. ബക്കറ ഓതണോ കൗസർ ഓതണോ, നിന്റെ ഇഷ്ടം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. ഇതിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഞാൻ ഓതും, അല്ലെങ്കിൽ ഒരായത്തെങ്കിലും. കാണാതെ ആരും ഓതണ്ട, അത് പോട്ടെ. കാണാതെ ഓതുന്നത് വേറെ, കണ്ടോതുന്നത് വേറെ. കണ്ടോതുന്നതിന് പ്രതിഫലം കൂടുതലാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാണാതെ ഓതുന്നത് വേറെ. മൊബൈലൊന്നും ഓതണ്ട, അത് മൊബൈൽ ഓതിക്കോളൂ. ഞാനൊരു കടയിൽ ചെന്നപ്പോൾ പടച്ചോനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടം ഇല്ല, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എടാ രാവിലെ കയറുമ്പോൾ ഒരു യാസീൻ ഓതണം. ഓതാറുണ്ട് ഉസ്താദെ, മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങനെ ഓതും. അതെന്ത് കാര്യം? മൊബൈൽ ഓതിയിട്ട കാര്യമില്ല, മൊബൈലിനകത്തല്ല ഖുർആൻ ഓതണ്ടേ. എടോ, ഖുർആൻ അത് കണ്ട് ഓതിയാൽ 5 കാര്യങ്ങളിൽ നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി. 1, അള്ളാഹുവിന്റെ കഅബാലയം. കഅബാലയം നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി. 2, ഖുർആനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി. 3, ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കിയ? ആരുടെ മുഖത്ത് നോക്കിയ? ആ തൊലിയൊക്കെ ചുളുങ്ങി മുടിയൊക്കെ നരച്ചിരിക്കണ ആ തള്ളയുടെ മുഖത്ത് എന്ത് നോക്കിയിരിക്കാനല്ലേ? ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കണം. ഉമ്മായിക്ക് എപ്പോഴും ഉമ്മ കൊടുക്കണം.
ഉമ്മായ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, നെറ്റിത്തടത്തിൽ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മായ്ക്ക് ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം പടച്ചോനെ. നമ്മൾ ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കണം. ഉമ്മയുടെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നാൽ മതി, ചുമ്മാതെ നോക്കിയിരിക്കണം. എന്താണ് എങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മ, ഇത് രസമെന്നറിയോ? 3 ഉമ്മയുടെ മുഖത്ത് നോക്കുക. 4 മറ്റൊരു ഹദീസിൽ കാണാം, ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിൻ്റെ കൂലിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കുന്നത്? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ. അള്ളാഹുവേ, അവരുടെ മുഖത്ത് നോക്കുന്നത് തന്നെ ഒരു സന്തോഷമാണോ? ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക. 5 സംസം വെള്ളത്തിൽ നോക്കുക. എന്തിനു നോക്കുക? ചുമ്മാ കുടിക്കലല്ല, ഒന്ന് നോക്കിയിട്ട് കുടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനിൽ നോക്കിയിരിക്കുക, നോക്കി ഓത്, അതിന് പ്രതിഫലം കൂടുതലാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അള്ളാഹ് ഖുർആൻ ഇന്ന് മുതൽ തൊടും, ഒരു സൂറത്തോ ഒരു ആയത്തെങ്കിലും ഓതും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. അരക്കൈയൊന്നുമല്ല, പൊക്കണമെങ്കിൽ കൈപൊക്കിക്കോ. അള്ളാഹുവെ, ഈ മജ്ലിസിൽ ഇരുന്ന് ആരൊക്കെ കൈപൊക്കിയോ, അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അള്ളാഹ്. അള്ളാഹുവെ പടച്ചവനെ, മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈകൊണ്ട് തന്നെ വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹ്, ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ളാഹ്. അതുകൂടെ പറ. ആ കൈ പൊക്കാത്തവൻ 1 ലക്ഷം രൂപ വെച്ച് തരാനല്ല ചോദിച്ചേ, ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പ്രതിഫലം? ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? എത്ര മണി വരെ ഉണ്ട്? നിങ്ങൾക്ക് മടുത്താ? 10:45. എനിക്ക് 11 മണി വരെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുമോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മളെ യാത്രയാണ്, ഉറക്കമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ കാര്യം തന്നെ അറിയില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി രാത്രി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകണം. യാത്രയാണ് ഫുള്ള്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. പഴയതുപോലൊന്നും കഴിയുന്നില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എനിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോൾ ദുആ ചെയ്തവരുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. പലരും ഉസ്താദെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഖുർആൻ ഓതി അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, എടോ, ഈ കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥയുണ്ട്. സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ പറ്റൂല, സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ പറ്റൂല. അറദുൽ ഉംറെന്ന് പറയുന്നൊരവസ്ഥ. ഇതാരാ അറിയത്തില്ല. സ്വന്തം മോൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു, കൂടപ്പുറപ്പ് വന്ന് നിൽക്കുന്നു, ഭാര്യ വന്ന് നിൽക്കുന്നു, ഭർത്താവ് വന്ന് നിൽക്കുന്നു. ഇതാരാന്ന് ചോദിച്ചറിയില്ല. അറദുൽ ഉംറെന്ന് പറയുന്നൊരവസ്ഥ. ബുദ്ധി തിരിഞ്ഞു പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, ദുനിയാവിലെ പ്രതിഫലം, 1, അവൻ്റെ ബുദ്ധി അള്ളാഹു മറച്ചു കളയൂല. അവരുടെ ബുദ്ധി അള്ളാഹു തിരിച്ചു കളയൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം മകനുപ്പാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. വാപ്പ മോനെയെന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ കുതിക്കുന്ന മകനാണ്. ഉമ്മയെന്ന് മോളെ എന്നൊന്ന് വിളിക്കാൻ ചോദിക്കുകയാണ്. ഉമ്മായി നിൽക്കുന്നതാരാണ്? സ്വന്തം മകളെ കാണിച്ചിട്ടാണ് പറയുന്നത്. ഉമ്മയ്ക്കറിയില്ല നീ ആരാണെന്ന്, വാപ്പയ്ക്കറിയില്ല നീ ആരാണെന്ന്. പടച്ചവനെ, അങ്ങനെ ഒരവസ്ഥ നീ കാക്കണേ അല്ലാ.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലമാടോ, അല്ലാഹു തരുന്ന പ്രതിഫലമാടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ? ഈ ഉസ്താദന്മാരെ നോക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ദർസ് എടുത്തു കൊടുക്കുന്ന ഉസ്താദന്മാരെ നോക്ക്. അവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, പടച്ചവനെ പ്രായമായാലും വയസ്സായാലും അവർ പറയും ദർസ് എടുക്കണം, ദർസ് എടുക്കണം, ദർസ് എടുക്കണം, ഖുർആൻ പഠിപ്പിക്കണം, തഫ്സീർ എടുക്കണം. അവർക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഖുർആനുമായിട്ട് അവർക്കൊരു ബന്ധം വന്നപ്പോ മരിക്കുന്നത് വരെ ദർസ് എടുക്കണേ എന്നാണ് പല ഉസ്താദന്മാരുടെയും ആഗ്രഹം. അങ്ങനെയാണ് പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പടച്ചവനെ അബൂ തൽഹ അബ്ദുറഹ്മാൻ മൗലവി, പടച്ചവനെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട ഗുരുനാഥൻ. 50 വർഷമായി പടച്ചവനെ മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത് ഉസ്താദന്മാരെല്ലാവരും കൂടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഒന്ന് ആദരിച്ചു. 50 വർഷമായി ദർസ് എടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ, ഈ അടുത്ത സമയത്ത് വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഉസ്താദിനെ ഒരു സംഗമം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തിയപ്പോ പ്രിയപ്പെട്ട ഉസ്താദിനെ ആദരിക്കുമ്പോ ആ പ്രഭാഷണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറയുകയാണ്, കണ്ണ് നനഞ്ഞു പോയടോ, കണ്ണ് നനഞ്ഞു പോയടോ. ഉസ്താദ് ശിഷ്യന്മാരോട് പറയുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. മരിക്കുന്ന സമയം വരെ എനിക്ക് ദർസ് എടുക്കണം, എനിക്ക് മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ അതിനു വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. എല്ലാവരും എനിക്ക് വേണ്ടി അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അതൊരു ലഹരിയാടോ, അത് വല്ലാത്ത ഒരു സന്തോഷമാടോ. വിദ്യാർത്ഥികൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് വല്ലാത്ത ഒരു ആനന്ദമാടോ. അല്ലാഹുവേ, ദക്ഷിണയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ പടച്ചവരെ വിദ്യാർത്ഥികൾക്ക് ദർസ് എടുക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇന്നും എന്നോട് പറഞ്ഞ് സിറാജേ ദുആ ചെയ്യടേ. എന്നോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമാണ്, എൻ്റെ വാപ്പയോടും വല്ലാത്ത ഒരു സ്നേഹമാണ്. പടച്ചവനെ, ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ടാണ്, ഉസ്താദിന്റെ ഉപദേശം കേട്ടിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ 6 മക്കളെയും ഇൽമു പഠിക്കാൻ കൊണ്ടുവിട്ടത്. റബ്ബേ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. ഇതുപോലെയാണടോ ഉസ്താദന്മാര്, അവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ദർസ് എടുക്കണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അവർ ഖുർആനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാ, അവർക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാര്, ഖുർആൻ ഓതുന്നിയാൽ, ഖുർആൻ ഓതിയാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ ബുദ്ധി മറിഞ്ഞു പോകാറില്ല. അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഉമ്മമാരേ, ഈമാനുള്ള മരണമാ. അല്ലാഹു നല്ല മരണം തരും. ഉമ്മമാരെ, വാപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. നല്ല മരണം അല്ലാഹു കൊടുക്കുകയാണ്. പടച്ചവരെ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ?
ഇവിടെ ഒരുപാട് മക്കൾ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ. ആ മക്കളെ കുറിച്ച് അറിയാഞ്ഞിട്ടാടോ, അവരുടെ മഹത്വം അറിയാഞ്ഞിട്ടാടോ, ഹൃദയത്തിൽ ഖുർആൻ കൊണ്ട് നടക്കുന്ന മക്കളുടെ സ്ഥാനം അറിയാഞ്ഞിട്ടാടോ. ഇവരാരാണെന്നറിയോ? ഇവരാരാണെന്നറിയോ? ആ ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. 3, അവരുടെ മയ്യത്ത് കണ്ടവരും മറക്കൂല. നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളുടെ മയ്യത്ത് കണ്ടവരാ, നിങ്ങൾ ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടവരാ. എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല, എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല. എന്നാ ചിലരുടെ മുഖം ഇപ്പോഴും നിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുത്തു വെച്ചതുപോലെ ചിലരുടെ മുഖം ഇന്നും നിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പെങ്ങള്, എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു ചിരിയാണെന്നറിയോ. അല്ലാഹുവേ, മരിച്ചു കിടന്നപ്പോ വല്ലാത്ത ഗ്ലാമറാ സഹോദരാ. ഭാര്യ പോലും ചോദിക്കുകയാണ്, എന്റെ ഇക്കാനെന്തൊരു പ്രകാശമല്ലാ, എന്റെ പൊന്നുമോനെന്ത് പ്രകാശമല്ലാ. ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായൊരു ബന്ധമുണ്ടാക്കിയാൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ ജനാസ കണ്ടവരും മറക്കൂല. ആലിമീങ്ങളുടെ മുഖം അങ്ങനെയാടോ, ഉസ്താദന്മാരുടെ മുഖം അങ്ങനെയാടോ. മരിച്ചു കിടക്കുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്തൊരു സൗന്ദര്യമെന്നറിയോ, കാണാനെന്തനുഭൂതി എന്നറിയോ. ഉറങ്ങുന്നവരെ പോലെ കിടക്കുകയാണ്. അല്ലാഹുവേ, അതുപോലെയുള്ള മരണം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാലാമത്തെ പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വാപ്പമാരോട് പറയുകയാണ്, നീ VIP ആണ്, നീ VIP ആണ്, നീ സാധാരണ ആളല്ല. നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളെ, നിങ്ങൾ ആരാണെന്നറിയോ? നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ആരാ ഖുർആനിന്റെ അഹ്ലുകാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ആൾക്കാരാ, അല്ലാഹുവിന്റെ ആൾക്കാരാണ് ഖുർആനിന്റെ അഖിലുകാര്. അതുകൊണ്ട് സഹോദരാ, പെങ്ങളെ, ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ സൈഡിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാ. കുടുംബക്കാരും ബന്ധുക്കളും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നിന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നജസ്സുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്ത് കളയുകയാണ്, ചൂടുവെള്ളം ഒഴിപ്പിച്ചങ്ങ് കഴുകുകയാണ്. അല്ലാഹുവേ, നല്ലതുപോലെ നിന്നെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഒന്നുപടുപ്പിക്കുകയാ, തുടച്ചു വൃത്തിയാക്കുകയാ, പുതിയ തുണിക്കകത്ത് പൊതിയുകയാ. എന്നിട്ട് പടച്ചവര് ഒരാള് വീടിന്റെ പുറത്ത് വന്നിട്ട് വിളിച്ചു പറയുകയാ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും അനുസരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. അല്ലാ, വല്ലാത്ത തിരക്കാ പെങ്ങള്.
വീട്ടിൽ വല്ലാത്ത തിരക്കാ. എങ്ങനാണ് ആള് വന്നതെന്നറിയില്ല. ഒരാളെയും വിളിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന് പരാതിയില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും എല്ലാവരും നിന്റെ വീട്ടിൽ കടന്നു വന്നിരിക്കുകയാണ്. പള്ളിയിലെ ഉസ്താദന്മാര് വന്നു, കൊണ്ടുപോകാനുള്ള വാഹനം വന്നു. അങ്ങനെ എല്ലാവരും നിന്റെ വീടിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ആരോ ഒരാള് ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ. അവിടെന്ന് വിളിച്ചു പറയുകയാണ്. ജനങ്ങൾ തിരക്ക് കൂട്ടിയപ്പോ ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പൊതിയാര്, കണ്ടതൊക്കെ മതി പൊതിയാര്. ആ 3 കഷ്ടം തുണിയിലങ്ങോ പൊതിഞ്ഞു കഴിയുമ്പോ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പെടാ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. ആ മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ചിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ തോളിലേക്ക് എടുക്കുന്ന സമയമുണ്ടല്ലോ. ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തവര് നിന്റെ ജനാസ ചുമക്കണ്ടതാരാ? നീ സാധാരണ ആളല്ല. വിവിഐപികൾ മരിച്ച വിവിഐപികൾ കടന്നു വരണമല്ലോ. വിവിഐപി മരിക്കുമ്പോ വിവിഐപി വരുമല്ലോ. എടാ, നീ വിവിഐപി ആ ചെറുപ്പക്കാരാ. വാപ്പാ, നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചരിക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. ആരാ ഉമ്മ? ഖുർആൻ ഓതിയ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത് ആരാ ഉമ്മ? പറ ഉമ്മ. മഗ്രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതിയവള്, അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ഉമ്മ. നീ സാധാരണ ഒരു പെണ്ണല്ലല്ലോ, നീ വിവിഐപി ആണല്ലോ. നിന്റെ ജനാസ ചുമക്കാൻ വിവിഐപികൾ വരണമല്ലോ. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ സൈന്യം വരികയാ. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ പൊന്നുമോന്റെ മയ്യത്ത് ചുമക്കാൻ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പടച്ചവരെ കണ്ടവര് പറയുന്നു, ഉറങ്ങുകയാണോ? അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. സഅദ് റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ മയ്യത്ത് കാണാമെന്നവര് മുഴുവനും പറഞ്ഞിരുന്ന വാക്കതാണ്, റബ്ബേ, ജനാസ മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചു. എന്നിട്ട് ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, മയ്യത്ത് ചുമക്കുന്നവര് പറയുന്നു, ഭാരമില്ല, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. സ്വഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കാലിന്റെ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. കാലിന്റെ തള്ളവിരൽ കുത്തികെട്ട് നബിതങ്ങൾ നടക്കുകയാ. നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത്? എന്തേ നബിയേ? സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്ന് സ്വഹാബാ
നടക്കാ സ്ഥലമില്ല സ്വഹാബ, കാലുകുത്താ സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നടോ പെങ്ങളെ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുഴിക്കുമ്പോ ഖബറിലെ മണ്ണിനൊരു സുഗന്ധമാ, ഖബറിലെ മണ്ണിനൊരു സുഗന്ധമാ. അവസാനം ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് ചെന്നു. രാത്രിയായപ്പോ ആ ഖബർ കുടിച്ച മനുഷ്യന്റെ വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധമടിക്കുന്നത്? എവിടെ നിന്നാണ് റബ്ബേ? ചെന്നു നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ആ മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, സഅദേ എങ്ങനെയാ സഅദ് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ സഅദ്? നിന്റെ മുഖം കണ്ടവര് പറയും വല്ലാത്ത മരണമാണെന്ന്. എന്തൊരു പ്രകാശമായിരുന്നു, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നു. മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സഅദ്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഞാൻ ഓതിയ ഖുർആൻ, അതിന് പകരം എന്റെ റബ്ബെനിക്ക് തന്നതാ എന്ന് സഅദ് തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, 2 കാര്യമാണ് സഅദ് തങ്ങൾ പറഞ്ഞത്. ഒന്ന് നോമ്പാടോ, ഒന്ന് സുന്നത്ത് നോമ്പാടോ. അല്ലാഹുവേ